ജീവിതം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നാം കടന്നുപോകുന്ന നിമിഷങ്ങളാണ്. അതിൽ സന്തോഷകരമായ കാര്യങ്ങൾ മാത്രമല്ല സംഭവിക്കുന്നത്, ദുഃഖകരമായ സംഭവങ്ങളും ഉണ്ടാകും. ആ തിരിച്ചറിവ് വന്ന നിമിഷം മുതൽ ക്യാൻസർ എന്റെ മനസ്സിനെ തൊട്ടിട്ടില്ല. ജീവിതത്തിൽ എനിക്ക് എന്റേതായ ആദർശങ്ങളുണ്ട്. അത് പണയം വെക്കാതെയാണ് ഇത്രയും കാലം ജീവിച്ചിരുന്നത്. ലോസ് ആഞ്ചലസിലെ ജീവിതമാണ് എന്റെ കാഴ്ചപ്പാട് തന്നെ മാറ്റിയത്. അവിടെ ഒറ്റയ്ക്കായിരുന്നു താമസം. ഞാൻ ശാരീരികമായി ഏറെ ക്ഷീണിതയായിരുന്നു. എഴുന്നേറ്റ് 10 മിനിറ്റ് നടക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ പോലും ഈ ചിന്തയാണ് എനിക്ക് ധൈര്യം പകർന്നത്. എന്റെ മനോബലം സ്വയം അളക്കാനായിരുന്നു ഇത്. സത്യത്തിൽ ലോസ് ആഞ്ചലസിലെ മെഡിക്കൽ എക്സ്പെരിമെന്റിന്റെ ഭാഗമായി ഞാൻ നിന്ന് കൊടുക്കുകയായിരുന്നു, മമത വ്യക്തമാക്കി. മരുന്നിന്റെ ഗവേഷണത്തിന്റെ ഭാഗമായി എന്റെ ശരീരം ഒരു പരീക്ഷണ വസ്തുവായി വിട്ടുകൊടുക്കുകയായിരുന്നു. അവിടുത്തെ ക്ലിനിക്കൽ ട്രയലിന്റെ വിഷയമായിരുന്നു ഞാൻ. ഒരു ഗിനിപ്പന്നി പോലെയാണെന്ന് പറയാം. എന്നെ കൂടാതെ 22 പേരായിരുന്നു ഈ പരീക്ഷണത്തിന്. അതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായിരുന്നു ഞാൻ. അമേരിക്കൻ സ്വദേശിയല്ലാത്ത ഒരേ ഒരു വ്യക്തിയും ഞാനായിരുന്നു. ഒരു FM പരിപാടിക്ക് നൽകിയ അഭിമുഖത്തിലാണ് മമത ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്.